പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. എത്രയോ പ്രാവശ്യം നമുക്ക് സന്തോഷവും ഉന്മേഷവും ഉണർവും കൃപയും ദൈവത്തിൽ നിന്നുള്ളതായ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തികൾ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മെ ഉത്സുകരാക്കുവാൻ, നമ്മെ ഉണർവുള്ളവരാക്കുവാൻ സഹായിച്ചതായ വചനം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ അതിനുശേഷം അവിടെ 2-3 കാര്യങ്ങൾ ആ വചനത്തിൽ പ്രവാചകൻ തൻ്റെ വാക്കുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു മഹത്തായ വചനം. 1, എഴുന്നേൽക്കുന്നവർക്ക് മാത്രമേ പ്രകാശിക്കാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുന്നവർക്ക് പ്രകാശിക്കുവാൻ കഴിയുകയില്ല, കിടക്കുന്നവർക്ക് പ്രകാശിക്കുവാൻ കഴിയുകയില്ല, നടക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ക്രിയകൾ ചെയ്യുന്നവർക്കോ പ്രകാശിക്കാൻ കഴിയില്ല. പ്രവാചകൻ പറയുന്നു, എഴുന്നേറ്റ്, റൈസ് ആൻഡ് ഷൈൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഏറെ നാളായി നിൻ്റെ ജീവിതത്തിൽ ആത്മീകമായി, ഭൗമികമായി, സാമൂഹികമായി ഒക്കെ വിദ്യാഭ്യാസത്തിലും സമാധാനപരമായ ഒരു കുടുംബ അന്തരീക്ഷത്തിലും ജീവിതത്തിൻ്റെ നാനാ തുറകളിലുമെല്ലാം ഇരിപ്പാണ്, എഴുന്നേറ്റമില്ല. പ്രകാശമുണ്ട്, പക്ഷെങ്കിൽ എഴുന്നേൽക്കാൻ കഴിയാതെ നമ്മെ ഇരുത്തി കൊണ്ടുപോകുന്ന പല അനുഭവങ്ങളിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അനേക നാളുകൾ പ്രാർത്ഥിച്ച് കൊതിച്ച് ആഗ്രഹിച്ചിരുന്നതായ കർത്താവേ, ഒരു പ്രകാശം വന്നിരുന്നെങ്കിൽ, എനിക്കൊരു പ്രകാശം തന്നിരുന്നെങ്കിൽ എന്ന് നീ അങ്ങ് പ്രാർത്ഥിച്ച് മടുത്ത് കാണായികയാൽ ഇരുന്നു പോയി. ഇരുത്തം വന്ന ജീവിതം, ഇരുത്തം വന്നതായ അഭിഷേകം, ഇരുത്തം വന്നതായ വിശ്വാസ ജീവിതം, ഇരുത്തം വന്നതായ കുടുംബ ജീവിതം. അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇരുത്തം വന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ കൂനി നിൻ്റെ ജീവിതത്തിൽ നിരാശ വർദ്ധിച്ചു കൊണ്ടിരുന്ന ഒരു ജീവിതത്തോട് ദൈവത്തിൻ്റെ ആത്മാവിനെ ഈ പ്രഭാതത്തിൽ സംസാരിക്കുവാനുള്ളത്, റൈസ് ആൻഡ് ഷൈൻ. എഴുന്നേറ്റ് പ്രകാശിക്ക. നീ ഇരുന്നും കൊണ്ട് പ്രകാശിക്കുവാൻ നോക്കിയാൽ ദൈവം നിൻ്റെ പ്രകാശത്തെ നിന്നിലേക്ക് എത്തിക്കുകയില്ല. നീ പ്രകാശിക്കണമെങ്കിൽ എഴുന്നേൽക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായ ഒരു കാര്യം, ദൈവം നമുക്ക് പ്രകാശം തരുന്നു, ദൈവം നമുക്ക് കൃപ തരുന്നു, അനുഗ്രഹം തരുന്നു, എല്ലാം തരുന്നുണ്ടെങ്കിലും ആദ്യം ദൈവം നമ്മുടെ കയ്യിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുക, ഒരു ജോലി ഏൽപ്പിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. നമുക്ക് കർത്താവ് പല അത്ഭുതങ്ങളും ചെയ്തപ്പോൾ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനോട് പറയാണ്, നിൻ്റെ കൈ നീട്ടുക. അപ്പോൾ ആ മനുഷ്യൻ ഒരു പക്ഷെങ്കിൽ ദൈവത്തോട്, കർത്താവിനോട് ചോദിച്ചേക്കാം, ഗുരു, യേശുവേ, നീ വരണ്ട കൈയുള്ളവനാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് പറയാണ്, നിൻ്റെ കൈയെ നീട്ടുക. വരണ്ട കൈയുള്ളവനെന്ന് പറഞ്ഞാൽ ഈ കൈ ഒട്ടിയിരിക്കുന്നവരുടെ, ചില കൈകളുടെ ആ ദശ ഒട്ടിയിരിക്കും, നിവർക്കാൻ കഴിയാതെ വരണ്ടിരിക്കും. ചിലരുടെ കൈ ശോഷിച്ചിരിക്കും, ആ കൈ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല, സ്വാധീനപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ യേശു അവരോട് പറയുകയാണ്, നിൻ്റെ കൈയെ നീട്ടുക. അപ്പോൾ കൈ നീട്ടി സൗഖ്യം പ്രാപിച്ചു. വരണ്ട കൈയുള്ള മനുഷ്യൻ അവൻ്റെ കൈ നീട്ടിയപ്പോൾ സൗഖ്യം ആ നീട്ടലോട് കൂടെ ചേർന്ന്, അനുസരണത്തോടു കൂടെ ചേർന്ന്
സൗഖ്യവും അവൻ്റെ മേൽ ആവഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഒരു ഉദാഹരണം ആ വേദഭാഗത്തിൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ, ചില കുട്ടികൾ പരീക്ഷ എഴുതും. നമുക്കറിയാം, SSLC പരീക്ഷയും മറ്റ് സ്കൂൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ആ പരീക്ഷയിൽ ഒരു റാങ്ക് അവർക്ക് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ ഈ റാങ്ക് കിട്ടി ആ ഒരു സമയത്ത് ഒരു പക്ഷെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കാം റിസൾട്ട് വരുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ ഈ റാങ്ക് കിട്ടിയവരെ ഗവൺമെൻറ് നേരത്തെ കോണ്ടാക്റ്റ് ചെയ്യും. നിനക്ക് റാങ്ക് ഉണ്ട്, നാളത്തെ ഫലപ്രഖ്യാപനത്തിൽ നിനക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. അപ്പോൾ പേപ്പറുകാരും മീഡിയക്കാരും അധികാരികളും എല്ലാം തലേ ദിവസമേ ഈ റാങ്ക് കിട്ടിയവരുടെ വീട്ടിൽ വരും. അതിൻ്റെ അർത്ഥം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റാങ്കുള്ളവരെ മാനിക്കുന്നു. അവരോട് പറയും, നിനക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇരുത്തപ്പെട്ടു പോയതായ ചില ജീവിതങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിച്ച യാചനയും കണ്ണുനീരും നിലവിളിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ അല്ലെങ്കിൽ കഴിച്ചു കൂട്ടിയതായ ഓരോരോ നിമിഷങ്ങളും അവരുടെ വേദനകളും ഒക്കെ ദൈവം കേട്ടുകൊണ്ട് അവരുടെ മേൽ അയച്ചതായ പ്രകാശത്തെ മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് അവരോട് പറയുകയാണ്, മോനെ, നിൻ്റെ പ്രകാശം ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു മുന്നറിയിപ്പാണ്, നീ എഴുന്നേറ്റ് പ്രകാശിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുനീരും നിലവിളിയും എത്തി ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ ഒരു റെസ്പോൺസാണ്. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് അഡ്വാൻസായിട്ട് നമ്മെ ധരിപ്പിക്കുന്നു. എഴുന്നേൽക്കുവാൻ നമുക്കൊരു ഉത്തേജനം തരുന്നു. എഴുന്നേൽക്കുവാൻ നമുക്കൊരു കാരണം കൊണ്ടുവരുന്നു. ഈ റിസൾട്ട് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രകാശത്തിൻ്റെ സന്ദേശം കേൾക്കുമ്പോഴും എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്നവരെ അല്ലെങ്കിൽ എഴുന്നേൽക്കണ്ട എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അവരെ ദൈവത്തിന് പ്രകാശിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഒരു മനുഷ്യനോട് ദൈവം പറയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറയുന്നതിന് ശേഷം പ്രവാചകൻ വീണ്ടും പറയാണ്, യഹോവയുടെ തേജസ്സും അവൻ്റെ മേൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രകാശം വന്നിരിക്കുമ്പോൾ ആ പ്രകാശം വന്നിരിക്കുന്നു എന്ന സന്ദേശം കേട്ട് നാം എഴുന്നേൽക്കുന്നു, പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുന്നവരുടെ മേലിൽ ദൈവത്തിന് പ്രസാദമായി അവൻ്റെ തേജസ്സിനെയും അവൻ ഉദിപ്പിക്കുന്നു. രണ്ട് പ്രകാശം, ഒന്ന് നമ്മുടെ സ്വന്തം പ്രകാശം, നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതായ പ്രകാശം. ഒന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വച്ചിരിക്കുന്നതായ തേജസ് അവൻ്റെ മേൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ തേജസ്സിനെ കാണുമ്പോൾ മനുഷ്യർക്ക് ഒരു വലിയൊരു ബഹുമാനം തോന്നുമാറ് അവനെ സമക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. ലോകത്തിൻ്റെ മുൻപിൽ ദൈവം അവനെ വെളിപ്പെടുത്തുന്നു. പിന്നെ അവന് മറഞ്ഞിരിക്കാൻ സാധ്യമല്ല, പിന്നെ അവന് കരയുവാൻ സാധ്യമല്ല, പിന്നെ അവൻ്റെ നിലവിളിക്ക് സ്ഥാനമില്ല, അവൻ്റെ കണ്ണുനീരിനും പരാതിക്കും ഒരു സ്ഥാനമില്ല. കാരണം അവൻ്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നുള്ളതായ ഒരു സന്ദേശത്തോടുകൂടെ ഇതാ അടുത്ത ദിവസം ദൈവം തൻ്റെ തേജസ്സും അവൻ്റെ മേൽ ഉദിപ്പിക്കുന്നു. നമ്മുടെ ദൗത്യം നാം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ദൗത്യം ചെയ്യും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അപ്പോൾ ദൈവത്തെ മാനിക്കുന്നവൻ എവൻ ഉണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ? എന്തിനാണെന്നറിയാമോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ അവനെ കണ്ടുപിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവനെ ദൈവവും അന്വേഷിക്കുന്നു എന്നുള്ളതായ ഒരു സന്ദേശം അവനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെവിടെ പോയിരുന്നാലും അവൻ എവിടെ ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ മുൻപിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പെട്ടെന്ന് കാണാതായാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അന്വേഷിക്കില്ലേ? കുഞ്ഞെവിടെ, കുഞ്ഞെങ്ങോട്ട് പോയി, പൈതലെങ്ങോട്ട് പോയി? ഒരു ശ്രദ്ധ മാതാപിതാക്കളുടെ, വേണ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ചിന്തയിൽ എപ്പോഴും ആ കുഞ്ഞിനെക്കുറിച്ച് ഒരു ചിന്ത.
എന്ന് പറഞ്ഞതുപോലെ ദൈവവും നമ്മുടെ മേൽ ചിന്താമഗ്നരായിരിക്കും. നാം ദൈവത്തിനുള്ളവരെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ കൊണ്ടുവന്ന് നമ്മോട് പറയാണ്, നീ എഴുന്നേറ്റിരിക്കുന്നതിനാൽ, നിന്റെ പ്രകാശത്തെക്കുറിച്ച് നീ ഒരു ബോധവാനായിരിക്കുന്നതിനാൽ, തണ്ടിന്മേൽ വയ്ക്കുന്ന ആ വിളക്കിനെ പോലെ, പറയിൻ കീഴിൽ വയ്ക്കുന്നവനല്ല തണ്ടിന്മേൽ പ്രകാശിപ്പിക്കുന്നവനെ പോലെ പ്രകാശിച്ചിരിക്കൊണ്ട് ഞാനും എൻ്റെ തേജസ്സിനെ നിനക്ക് തരുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നിരിക്കുന്നതായ നമ്മുടെ ആത്മബലം കൊണ്ടുള്ളതായ പ്രകാശനത്തിൽ നാം പ്രവൃത്തിമഗ്നരായിത്തീരുമ്പോൾ നമ്മെ പ്രകാശിപ്പിക്കുവാൻ പോകുന്ന വഴിയൊക്കെ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ തേജസ്, അപ്പോൾ മറ്റുള്ളവരെ കണ്ടാൽ അത് കേവലം പ്രകാശമല്ല, നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രകാശമാണെങ്കിൽ, നമുക്കെന്ന് അവകാശപ്പെടുന്നത് പ്രകാശമെങ്കിൽ ദൈവം നമുക്ക് തരുന്നത് തേജസ്സാണ്. പ്രകാശവും തേജസ്സും തമ്മിൽ വ്യത്യാസം. ഈ തേജസ് നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ലോകത്തിൽ ഏത് മനുഷ്യർ കണ്ടിരുന്നാലും ഒരു വാക്ക് പറയാം, മനുഷ്യൻ്റെ മുഖം നോക്കൂ, ഓ ദൈവ തേജസ്സുള്ളത്, ദൈവ തേജസ്സുള്ളവളായി, ദൈവ തേജസ്സുള്ളവനായി കർത്തൃദാസൻ ദൈവ തേജസ്സിനാൽ വിളങ്ങുന്നു. അതിനൊരു സൗന്ദര്യം ബാധകമല്ല. എത്ര സൗന്ദര്യമില്ലാത്തവരുടെയും മുഖത്ത് ദൈവത്തിൻ്റെ തേജസ് അങ്ങോട്ട് ഉദിക്കട്ടെ, അവരെ കാണുവാൻ ആൾക്കാർ ആയിരമായിരമായി ലൈൻ നിൽക്കും. കാരണം ദൈവ തേജസ് അവരുടെ മുഖത്ത് നിന്ന് വടിഞ്ഞൊഴുകുന്നു. അത് മനുഷ്യർക്ക് കണ്ട് ഗ്രഹിക്കാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കൃപകളെ അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ കൃപയ്ക്കായി കാത്തിരിക്കുന്നതായ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിൻ്റെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം ഇരുത്തം വന്നതായ അനുഭവങ്ങളാൽ, അല്ലെങ്കിൽ എഴുന്നേൽക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട് ഞെരുങ്ങി ദൈവസന്നിധിയെ നിലവിളിച്ചും കൊണ്ടിരുന്നതായ നിൻ്റെ പ്രാർത്ഥനയെ കേട്ടുകൊണ്ട് കർത്താവ് നിന്നോട് പറയുകയാണ്, നിനക്ക് സന്ദേശം തരികയാണ്, എഴുന്നേൽക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, ഇത് നിനക്ക് പ്രകാശിക്കുവാനുള്ള സമയമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട്, ആത്മാവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മുടെ പ്രകാശത്തിലേക്ക് നാം എഴുന്നേൽക്കുമ്പോൾ ദൈവവും മനസ്സ് തോന്നി അവൻ്റെ തേജസ്സിനാൽ നമ്മെ നിറയ്ക്കുന്നു. പോകുന്നിടത്തൊക്കെയും ദൈവ തേജസ്സുള്ളവരായി അവൻ്റെ മുഖം പ്രകാശിപ്പിക്കപ്പെട്ട ആ മുഖത്തെ പോലെ, അല്ലെങ്കിൽ ദൈവത്തെ കണ്ടിട്ട് തിരിച്ചു വരുന്നവരുടെ മുഖപ്രകാശ രക്ഷ എങ്ങനെയുണ്ടോ, മോശയ്ക്ക് അങ്ങനെ സംഭവിച്ചതുപോലെ, മോശയുടെ മുഖം ശോഭിച്ചതുപോലെ മറ്റുള്ളവർ കണ്ണു പൊത്തിക്കളയുന്ന പ്രകാശധാര നമ്മുടെ ഈ മുഖത്ത് പ്രകാശിക്കുന്നതിനിടയായിത്തീരും. ആത്മീക ഭാഷയിൽ മറ്റുള്ളവരുടെ മുൻപിൽ നാം ദൈവമുള്ളവരെന്നുള്ളതായ ഒരു സാക്ഷ്യം ആരും പറയാതെ, ആരും റെക്കമെൻഡ് ചെയ്യാതെ, ആരുടെയും വാക്കുകൾ കേൾക്കാതെ സകല ജാതികളും നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിനിടയായിത്തീരും. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവം കൊടുക്കുന്ന ഒരു പ്രകാശം, സ്തോത്രം, ജാതികൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ലൊരു പ്രഭാതത്തെ കർത്താവ് നമുക്ക് തന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ പ്രകാശം കണ്ട് നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് അറിവില്ലാതെ പലപ്പോഴും നാം ഇരുത്തം വന്നവരായി, ഇരിക്കുന്നവരായി, കിടക്കുന്നവരായി, വിശ്രമിക്കുന്നവരായി, നാം ശ്രദ്ധക്കുറവുള്ളവരായി, മടിയന്മാരായി, ദൈവത്തിൻ്റെ ദൈവം തന്നിരിക്കുന്ന പ്രകാശത്തെക്കുറിച്ച് ബോധമില്ലാത്തവരായി തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. അങ്ങനെ പ്രകാശിക്കുമ്പോൾ ദൈവവും തൻ്റെ തേജസ് നിൻ്റെ മേൽ, നിൻ്റെ കുഞ്ഞുങ്ങളിന്മേൽ, നിൻ്റെ ഭവനത്തിന്മേൽ, നിൻ്റെ കണ്ണുനീരിന്മേൽ, നിൻ്റെ ആവശ്യങ്ങളുടെ മേൽ ദൈവം ഉദിപ്പിക്കും. അങ്ങനെയുള്ള ഒരു സുപ്രഭാതം ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. വചനങ്ങളാൽ നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.